1940 ഒരു ജൂൺ മാസം. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് നാസിപ്പടയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. ജർമ്മൻ ഏകാധിപതി ഒരു വിഖ്യാതമായ ശവകുടീരത്തിന് മുന്നിൽ നിശബ്ദനായി തലകുനിച്ചു നിൽക്കുകയാണ്. തനിക്കൊരു നൂറ്റാണ്ട് മുൻപ് യൂറോപ്പിനെ മുഴുവൻ മുട്ടുകുത്തിച്ച മറ്റൊരു ഏകാധിപതിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾക്ക് മുമ്പിൽ. ആ നിമിഷത്തെ തന്റെ ജീവിതത്തെ ഏറ്റവും മഹത്തായ നിമിഷമെന്നാണ് അയാൾ വിശേഷിപ്പിച്ചത്. ആ ജർമ്മൻ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. ആ ശവകുടീരം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെതും. രണ്ട് വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളെ ഭരിച്ച ഏകാധിപതികൾ. ഇവരുടെ സ്വഭാവങ്ങൾ തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ടെങ്കിലും ഇവരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഘട്ടങ്ങളിലും സാമ്യതകൾ കാണാൻ സാധിക്കും. ജനന സമയത്ത്, പിന്നീട് ഏകാധിപതിയായി വളരുന്ന വളർച്ചയിൽ, അതുപോലെ അവസാനം റഷ്യയിലേക്ക് നടക്കുന്ന അധിനിവേശവും അതിനെ തുടർന്നുണ്ടാകുന്ന ദാരുണമായ അന്ത്യവും. എന്നിട്ടും ഇത്രയധികം ഞെട്ടിക്കുന്ന സാമ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവർ രണ്ടുപേരും തീർത്തും രണ്ട് വ്യത്യസ്തരായ മനുഷ്യരായിരുന്നു. ഒരാൾ നിയമവും ഭരണ സംവിധാനവും പുനർനിർമ്മിച്ച ലോകം ഇന്നും ആദരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റൊരാൾ വംശീയ വിദ്വേഷത്തിന്റെ പേരിൽ ഈ ലോകത്തിന് വലിയൊരു മുന്നറിയിപ്പ് ബാക്കി വെച്ചുപോയ ഒരു ക്രൂരനായ ഭരണാധികാരിയാണ്. ലോകം കീഴടക്കാൻ പുറപ്പെട്ട രണ്ട് മനുഷ്യരുടെ കഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അവർ എങ്ങനെ അധികാരത്തിലെത്തി, ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു, റഷ്യ എങ്ങനെ രണ്ടുപേരെയും തകർത്തു, ഒടുവിൽ അവർക്ക് സംഭവിച്ച ദയനീയമായ അന്ത്യം എന്തായിരുന്നു. കാണാം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ആവർത്തനത്തിലേക്ക്. ആദ്യം തന്നെ നമുക്ക് രസകരമായ ഒരു കാര്യം നോക്കാം. ഈ രണ്ടുപേരും അവർ ഭരിച്ച രാജ്യങ്ങളിൽ ജനിച്ചവരായിരുന്നില്ല. നെപ്പോളിയന്റെ കാര്യമെടുത്താൽ അദ്ദേഹം ജനിക്കുന്നത് കോർസിക്ക എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപിലായിരുന്നു. ഈ ദ്വീപ് പിന്നീട് ഫ്രഞ്ചുകാർ പിടിച്ചെടുക്കുകയായിരുന്നു. ഫ്രഞ്ചുകാർ ആ ദ്വീപ് പിടിച്ചെടുത്തതിന് ശേഷം ഒരു വർഷം തികയുന്നതിന് മുമ്പാണ് നെപ്പോളിയൻ ജനിച്ചത്. കോർസിക്ക ഭാഷ സംസാരിച്ചിരുന്ന അദ്ദേഹം ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നത് പിന്നീട് സ്കൂളിൽ ചേർന്നതിന് ശേഷമാണ്. ഇനി ഹിറ്റ്ലറുടെ കാര്യമെടുത്താലോ, അയാൾ ജനിക്കുന്നത് ജർമ്മനിയുടെ അയൽരാജ്യമായ ഓസ്ട്രിയയുടെ ഒരു അതിർത്തി ഗ്രാമത്തിലാണ്. അതിലും അത്ഭുതകരമായ കാര്യം, അയാൾക്ക് ജർമ്മൻ പൗരത്വം ലഭിക്കുന്നത് 1932 ഫെബ്രുവരിയിലാണ്. കൃത്യമായി പറഞ്ഞാൽ ജർമ്മൻ ചാൻസലർ ആകുന്നതിന് കൃത്യം ഒരു വർഷം മുൻപ് മാത്രം. എന്നാൽ കാലം കാത്തുവെച്ച വിരോധാഭാസം ഇതായിരുന്നു. അന്യദേശക്കാരായി രണ്ടു പേരായിരുന്നു അതത് രാജ്യങ്ങളിൽ ദേശീയത തീവ്രമായി പ്രചരിപ്പിക്കുകയും ജനങ്ങളെ നയിക്കുകയും ചെയ്തത്. അരാജകത്വമാണെന്നും ഏകാധിപതികളുടെ വളക്കൂറുള്ള മണ്ണ്. ശാന്തവും സുരക്ഷിതവുമായ ഒരു രാജ്യത്തിലല്ല ഇവർ രണ്ടുപേരും വളർന്നു വന്നത്. മറിച്ച് തകർന്ന് തരിപ്പണമായി നിന്ന ജനങ്ങളുടെ നിരാശയെ ഇവർ കൃത്യമായി ചൂഷണം ചെയ്യുകയായിരുന്നു. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരത്തിലേക്ക് കടന്നു വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള ഭീകരമായ അരാജകത്വത്തിലേക്കാണ്. രാജാവിനെ വധിച്ചു, വിദേശ രാജ്യങ്ങൾ ഫ്രാൻസിനെ ആക്രമിക്കുന്നു, ഭരണം ഓരോ ദിവസവും മാറിമറിയുന്നു. ജനങ്ങൾ ജീവഭയത്തിലായിരുന്നു. അവർക്കൊരു രക്ഷകനെ ആവശ്യമുണ്ടായിരുന്നു. ആ ശൂന്യതയിലേക്കാണ് തുടരെ യുദ്ധങ്ങളിൽ വിജയിച്ചുകൊണ്ട് നെപ്പോളിയൻ എന്ന യുവ സൈനികൻ കടന്നു വരുന്നത്. എന്നാൽ ഹിറ്റ്ലർ ജർമ്മനിയിൽ മുതലെടുത്തത് മറ്റൊരു തരം തകർച്ചയായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിലെ ദയനീയ പരാജയവും അതിനുശേഷം ഒപ്പുവെച്ച വേഴ്സായ ഉടമ്പടി വഴി ജർമ്മനിക്കുണ്ടായ അന്താരാഷ്ട്ര അപമാനവും ജനങ്ങളെ തളർത്തിയിരുന്നു. കടുത്ത സാമ്പത്തിക മാന്ദ്യവും പണപ്പെരുപ്പവും കാരണം പണത്തിന് വെറും കടലാസിന്റെ വിലയേ ഉണ്ടായിരുന്നുള്ളൂ. ജർമ്മൻ ജനത ദേഷ്യത്തിലും നിരാശയിലുമായിരുന്നു. ആ സമയത്താണ് ഹിറ്റ്ലർ അവർക്ക് മുന്നിലേക്ക് വരുന്നത്, അപമാനിച്ചവർക്കെതിരെ പ്രതികാരവും പുതിയൊരു ജർമ്മനിയും വാഗ്ദാനം ചെയ്തുകൊണ്ട്. ഈ രണ്ടുപേരും അധികാരം പിടിച്ചെടുക്കാൻ ഒരു അട്ടിമറിക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു യാദൃശ്ചികത നടക്കുന്നത്. രണ്ടുപേരും അട്ടിമറിക്ക് തിരഞ്ഞെടുത്തത് ഒരേ തീയതിയായിരുന്നു, നവംബർ 9. 1799 നവംബർ 9 നെപ്പോളിയന്റെ അട്ടിമറി സംഭവിക്കുന്നത്. അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ഡയറക്ടറി എന്ന അഴിമതി നിറഞ്ഞ ദുർബലമായ ഒരു ഭരണസമിതിയായിരുന്നു. ജനങ്ങൾക്കതിൽ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. തന്റെ സൈനിക പ്രശസ്തി മുതലെടുത്ത് നെപ്പോളിയൻ ചില രാഷ്ട്രീയക്കാരുമായി ചേർന്ന് രഹസ്യ പദ്ധതിയിട്ടു. പട്ടാളത്തിന്റെ സഹായത്തോടെ അദ്ദേഹം പാർലമെന്റ് വളയുകയും ഭരണാധികാരികളെ ഭീഷണിപ്പെടുത്തി ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. ആ അട്ടിമറി പൂർണ്ണ വിജയമായിരുന്നു. നെപ്പോളിയൻ ഫ്രാൻസിന്റെ പരമാധികാരിയായി. 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം സ്വയം ചക്രവർത്തിയായി കിരീടവും ചൂടി. 1923 നവംബർ 9 ഹിറ്റ്ലറുടെ അട്ടിമറി സംഭവിക്കുന്നത്. അതായത് നെപ്പോളിയന്റെ അട്ടിമറിക്ക് കൃത്യം 124 വർഷങ്ങൾക്ക് ശേഷം. അന്ന് ഹിറ്റ്ലർ നാസി പാർട്ടി എന്ന ചെറിയൊരു സംഘത്തിന്റെ നേതാവ് മാത്രമാണ്. മ്യൂണിക്കിലെ ഒരു ബിയർ ഹാളിൽ സർക്കാർ പ്രതിനിധികളുടെ യോഗം നടക്കുമ്പോൾ ഹിറ്റ്ലറും കൂട്ടരും തോക്കുകളുമായി അകത്തു തടന്ന് ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. പിറ്റേന്ന് അവർ തെരുവിലൂടെ മാർച്ച് ചെയ്തെങ്കിലും പോലീസ് വെടിവെപ്പിൽ 16 നാസികൾ കൊല്ലപ്പെടുകയും ഹിറ്റ്ലർ അറസ്റ്റിലാവുകയും ചെയ്തു. ഈ അട്ടിമറി ഒരു കനത്ത പരാജയമായിരുന്നു. പക്ഷേ ജയിലിൽ കിടക്കുമ്പോഴാണ് ഹിറ്റ്ലർ തൻ്റെ ആത്മകഥയായ മെയിൻ കാഫ് എഴുതുന്നത്. ഈ പരാജയത്തിൽ നിന്ന് ഹിറ്റ്ലർ ഒരു കാര്യം പഠിച്ചു. തോക്കുകളിലൂടെയല്ല, ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ വോട്ടു നേടി വേണം ഭരണം പിടിക്കാൻ.
10 വർഷങ്ങൾക്ക് ശേഷം 1933 അദ്ദേഹം ജനാധിപത്യപരമായി തന്നെ ജർമ്മനിയുടെ ചാൻസലറായി മാറി. രണ്ടുപേരുടെയും പശ്ചാത്തലവും നേതൃപാഠവും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു മിലിറ്ററി സ്കൂളിൽ നിന്നായിരുന്നു നെപ്പോളിയൻ തന്റെ പഠനം പൂർത്തിയാക്കിയത്. തന്റെ വെറും 24-ാം വയസ്സിൽ അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തിന്റെ ജനറലായി മാറുകയുണ്ടായി. യുദ്ധക്കളത്തിലെ തന്റെ പ്രാഗൽഭ്യം കൊണ്ട് അദ്ദേഹം എല്ലാവരെയും വിസ്മയിപ്പിച്ചു. എന്നാൽ ഒരു സൈനിക പശ്ചാത്തലം ഉണ്ടായിരുന്നെങ്കിലും ഹിറ്റ്ലർ വലിയൊരു യുദ്ധതന്ത്രജ്ഞനൊന്നുമായിരുന്നില്ല. പക്ഷേ രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടായിരുന്നത് പ്രസംഗിക്കാനുള്ള കഴിവായിരുന്നു. തൻ്റെ വാക്കുകൾ കൊണ്ട് ജനങ്ങളെ വികാരഭരിതരാക്കാൻ ഇവർ രണ്ടുപേർക്കും കഴിഞ്ഞിരുന്നു. അതുതന്നെയായിരുന്നു ഏകാധിപതികളായി വാഴാനുള്ള ഇവരുടെ ഏറ്റവും വലിയ പ്രേരണയും. ഇനി നമ്മൾ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും നിർണായകമായ ഒരു ഏടിലേക്ക് കടക്കുകയാണ്. രണ്ടുപേർക്കും സംഭവിച്ച ഒരു മണ്ടത്തരം ഇവരുടെ സാമ്രാജ്യത്തിന്റെ പതനത്തിലേക്കും പിന്നീട് ഇവരുടെ ദാരുണമായ അന്ത്യത്തിലേക്കും ഇത് നയിച്ചു. 1812 ജൂൺ 24 യൂറോപ്പ് അന്നുവരെ കണ്ടിട്ടില്ലാത്ത 6 ലക്ഷത്തോളം വരുന്ന ഭീമൻ സൈന്യവുമായാണ് നെപ്പോളിയൻ റഷ്യയിലേക്ക് മാർച്ച് ചെയ്തത്. ഒരു വലിയ യുദ്ധത്തിലൂടെ റഷ്യയെ തോൽപ്പിക്കാമെന്നായിരുന്നു നെപ്പോളിയൻ കരുതിയത്. പക്ഷേ റഷ്യക്കാർ അതിലും വലിയ തന്ത്രശാലികളായിരുന്നു. അവർ റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പിൻവലിഞ്ഞു. അതോടൊപ്പം നെപ്പോളിയൻ സൈന്യത്തിന് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളെയും അവർ നശിപ്പിച്ചു. ഇതിനെയാണ് ചരിത്രത്തിൽ സ്കോച്ച്ഡ് എർത്ത് തന്ത്രം എന്ന് വിളിക്കുന്നത്. ശത്രുക്കൾക്ക് ഭക്ഷണമോ തങ്ങാൻ ഒരിടമോ കൊടുക്കാതിരിക്കാനുള്ള ക്രൂരമായ തന്ത്രം. നെപ്പോളിയൻ മോസ്കോയിൽ എത്തിയപ്പോൾ കണ്ടത് കത്തിയെരിയുന്നൊരു പ്രേത നഗരത്തെയായിരുന്നു. കീഴടങ്ങാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിശൈത്യം കൂടി വന്നതോടുകൂടി കൂടുതൽ പിടിച്ചു നിൽക്കാൻ നെപ്പോളിയന്റെ സൈന്യത്തിനായില്ല. അതിശൈത്യവും അതോടൊപ്പം ഉണ്ടായ ഭക്ഷ്യ ദൗർബല്യവും അവരുടെ മരണത്തിന് കാരണമായി. അങ്ങനെ നെപ്പോളിയൻ ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് കൃത്യം 129 വർഷങ്ങൾക്ക് ശേഷം 1941 ജൂൺ 22 ഓപ്പറേഷൻ ബാർബറോസ എന്ന പേരിൽ ഹിറ്റ്ലർ 30 ലക്ഷത്തോളം സൈനികരുമായി റഷ്യയെ ആക്രമിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തീർത്തും അനുകൂലമായ ഒരു അവസ്ഥയിലായിരുന്നു ഹിറ്റ്ലർ. സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള അത്യാഗ്രഹത്തിൽ ജർമ്മനി പരാജയപ്പെടുകയായിരുന്നു. ആദ്യം ജർമ്മനി ചെയ്തത് സൈന്യത്തെ 3ആയി പകുത്തുകൊണ്ട് റഷ്യ ആക്രമിക്കുകയായിരുന്നു. ഇതിൽ പകച്ചുപോയ സ്റ്റാലിന്റെ സോവിയറ്റ് യൂണിയൻ ആദ്യഘട്ടങ്ങളിൽ പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ പിന്നീട് സോവിയറ്റ് യൂണിയനും ശക്തമായി തിരിച്ചടിക്കുകയുണ്ടായി. വേനൽക്കാലം മാറി ശൈത്യകാലം വന്നതോടുകൂടി നെപ്പോളിയന്റെ സൈന്യത്തിന് സംഭവിച്ച അതേ പ്രശ്നം തന്നെ ജർമ്മനിക്കും സംഭവിക്കുകയായിരുന്നു. നല്ലൊരു ശൈത്യകാലത്തെ അതിജീവിക്കാനുള്ള വസ്ത്രങ്ങൾ പോലും അവർക്കുണ്ടായിരുന്നില്ല. സോവിയറ്റ് യൂണിയന്റെ ചതിയിൽപ്പെട്ട് കിടക്കുന്ന റഷ്യൻ സൈനികർക്ക് അവശ്യ സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ജർമ്മനിയുടെ പദ്ധതികളും പാളിപ്പോയി. സ്റ്റാലിന്റെ കീഴിൽ സോവിയറ്റ് സൈന്യം കൂടുതൽ കരുത്താർജിക്കുകയും ജർമ്മനിയെ തുരത്തി ഓടിക്കുകയും ചെയ്തു. അങ്ങനെ മറ്റൊരു ഏകാധിപതി കൂടി സോവിയറ്റ് യൂണിയന് മുൻപിൽ അടിയറവ് പറഞ്ഞു. ലോകത്തെ തന്നെ വിറപ്പിച്ച ഈ 2 മഹാശക്തിശാലികളുടെയും അന്ത്യം ഒട്ടും മഹത്തരമായിരുന്നില്ല എന്ന് മാത്രമല്ല തീർത്തും ദയനീയവുമായിരുന്നു. സോവിയറ്റ് യൂണിയനുമായി പരാജയപ്പെട്ട ശേഷം 1815 വാട്ടർലോ യുദ്ധത്തിൽ കൂടി പരാജയപ്പെട്ടതോടുകൂടി നെപ്പോളിയനെ ബ്രിട്ടീഷുകാർ നാടുകടത്തി. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സെന്റ് ഹെലീന എന്ന വിജനമായ ദ്വീപിലേക്കാണ് അദ്ദേഹത്തെ നാടുകടത്തിയത്. ചുറ്റും കാവൽക്കാരുള്ള ആ കൊച്ചു ദ്വീപിൽ രോഗബാധിതനായി കടുത്ത വയറുവേദനയോടെ 1821 അദ്ദേഹം മരണമടഞ്ഞു. ഒരിക്കൽ സാമ്രാജ്യങ്ങൾ ഭരിച്ച ആ മനുഷ്യൻ ഒടുവിൽ ഒരു സാധാരണ തടവുകാരനായി ഒടുങ്ങി. എന്നാൽ ഹിറ്റ്ലറുടെ അന്ത്യം ഇതിലും ഭീകരമായിരുന്നു. 1945 ഏപ്രിലിൽ സോവിയറ്റ് യൂണിയന്റെ സൈന്യം ജർമ്മന്റെ തലസ്ഥാനമായ ബെർലിൻ വളഞ്ഞു. ഭൂഗർഭ ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഹിറ്റ്ലർ ഇതറിയുകയും പരാജയഭീതി മൂലം ജീവനൊടുക്കുകയും ചെയ്തു. ഒപ്പം തന്റെ ഭാര്യ ഇവ ബ്രൗണും ഉണ്ടായിരുന്നു. ഇവ ബ്രൗൺ വിഷം കഴിച്ചും ഹിറ്റ്ലർ സ്വന്തം തലയിൽ നിറയൊഴിച്ചുമാണ് മരിച്ചത്. പിന്നീട് മൃതദേഹം ശത്രുക്കൾക്ക് ലഭിക്കാതിരിക്കാൻ ബങ്കറിന് പെട്രോൾ ഒഴിച്ച് തീയിടുകയും ചെയ്തു. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഇവർക്ക് സാമ്യതകളുണ്ടെങ്കിലും ഇവരുടെ പെരുമാറ്റവും പ്രവൃത്തികളും തികച്ചും വൈരുദ്ധ്യാത്മകമായിരുന്നു. ഒരു സ്വേച്ഛാധിപതി ആയിരുന്നുവെങ്കിലും നെപ്പോളിയൻ നല്ലൊരു ഭരണാധികാരി കൂടിയായിരുന്നു. നെപ്പോളിയാനിക് കോഡ് എന്ന ഒരു ഭരണ സംഹിത തന്നെ അദ്ദേഹം ഈ ലോകത്തിന് സംഭാവന ചെയ്തു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കുന്നതിനായിരുന്നു അത്. ഇന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം ഇതാണ്. അദ്ദേഹം വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും പരിഷ്കരിച്ചു. അതുകൊണ്ട് തന്നെ ചരിത്രം അദ്ദേഹത്തെ ഒരു വലിയ പരിഷ്കർത്താവായി കൂടി ഓർമ്മിക്കും. എന്നാൽ ഹിറ്റ്ലറുടെ കഥ തികച്ചും വ്യത്യസ്തമാണ്. ഹോളോകോസ്റ്റ് എന്ന ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം എന്നും ഹിറ്റ്ലറുടെ പേരിൽ ഓർമ്മിക്കപ്പെടും. വംശീയ വിദ്വേഷം മൂത്ത് 60 ലക്ഷത്തോളം നിരപരാധികളായ ജൂതന്മാരെയാണ് ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറുകളിലിട്ട് കൊന്നൊടുക്കിയത്. തകർന്നടിഞ്ഞ ഒരു ലോകവും കോടിക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരും മാത്രമാണ് ഹിറ്റ്ലർ ബാക്കി വെച്ചത്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിച്ചത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തുമല്ലോ. ഇത്തരം വ്യത്യസ്തമായ കഥകൾക്കായി
മല്ലു ഡീക്ലാസിഫൈഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി.